കളൊക്കെ മെഴുകി കഴിഞ്ഞിട്ട് കൈ നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ഇട്ടില്ലെങ്കിൽ ത്രൂ ഔട്ട് ആ ഒരു സ്മെല്ല് കയ്യിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കൻ ആയിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കനൊക്കെ കഴുകി വാറ്റി വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അമ്മയുടെ സ്പെഷ്യൽ നല്ല കടലക്കറി നല്ല ചിരട്ടപ്പൂട്ട് ചെയ്തിട്ട് പാറുവിന് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണ്. വേഗം കഴിച്ച് അവളെ ഡാൻസ് ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയക്കണോ? ഇത് അൺബോക്സ് ചെയ്യുന്നതിനൊക്കെ മുമ്പേ തന്നെ അമ്മ ഓരോ പ്രൊഡക്റ്റുകളുടെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വേറെ ഒന്നല്ല, ഈ മസാലകളൊക്കെ ഇട്ട് വെക്കുന്ന വലിയൊരു പാത്രമാണ്. അത് കാണിച്ചു തരാം. പക്ഷെ അത് ഇട്ട് വെക്കുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് മറ്റേ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പേസ്റ്റ് ഉണ്ടാക്കി അത് മാറ്റി വെക്കേണ്ട അത്യാവശ്യം വേഗം വന്നു. അപ്പോൾ എനിക്ക് ആ വീഡിയോ എടുക്കൽ പെൻഡിങ് ആയിട്ടോ. അപ്പോഴത്തേനും അച്ചാച്ചനും മോളും ഡാൻസ് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി നമ്മുടെ കോഴിക്കോട് തലശ്ശേരി ചിക്കൻ കറിക്കൂട്ട് ആ ഒരു മസാല പാക്കറ്റ് വാങ്ങിച്ചാൽ പെട്ടെന്ന് തന്നെ കാര്യം കഴിയും. മസാല ഫുള്ളിട്ട് അതിൽ തന്നെ സവാളയും വെളുത്തുള്ളിയൊക്കെ ഡ്രൈ ചെയ്തിട്ടുണ്ടാവും. ഒക്കെ വഴറ്റി ഇടേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ സവാളയും തക്കാളിയും കൂടെ അരിഞ്ഞ് വെക്കുക. ഡ്രാഗൺ ചിക്കൻ വൈകുന്നേരം മാമൻ വരുമ്പോൾ ഉണ്ടാക്കി തരാറുണ്ട്. ആളൊരു വലിയ ഷെഫാണ്. ഇതിൽ 2 പാത്രത്തിൽ നിറയ്ക്കും, പിന്നെ എന്തെങ്കിലും ഒരു പണി വരും. ഇങ്ങനത്തെ ഞാൻ റിപ്പീറ്റ് അപ്പോഴത്തേനും ഒച്ചയും വിളയെ ചായ കുടിക്കാത്തതിന് കൊച്ചയിന് ഞങ്ങൾ നിർത്തിയിരിക്കുന്ന കാര്യമേ ഇതാണ്. ഞങ്ങളുടെ പിന്നാലെ ഓരോന്നും പറഞ്ഞിങ്ങനെ നടക്കണം. അച്ചാച്ചൻ കാശിക്കുട്ടനെയും അല്ലുക്കുട്ടനെയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. കാരണം നമുക്ക് വൈകുന്നേരം കുറച്ച് ഫംഗ്ഷനുള്ളതുകൊണ്ട് ഇവരെല്ലാവരും ഡീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഡ്രാഗൺ ചിക്കന് വേണ്ട ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് മൊത്തത്തിൽ ഇതിൽ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മൂടിയില്ലാത്ത ടൈപ്പ് ഉണ്ട്. അതാകുമ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് എല്ലാം ഈസി ആയിട്ട് എടുക്കാം. പക്ഷെ നമ്മളെ വീട്ടിൽ പിള്ളേരുള്ളതുകൊണ്ട് ഇതൊരു താഴത്തേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂടില്ലെങ്കിൽ എല്ലാം കൂടെ മസാല മിക്സ് ആയിട്ടുണ്ടാകും. അപ്പോൾ അതിനേക്കാളും സേഫ് ഇതാണ്. ഒരൊറ്റയടിക്ക് എല്ലാ മസാലകളും കൂടെ ഒരൊറ്റ പാത്രത്തിൽ ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. ആർക്കെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരെ കമൻറ്റ് ചെയ്യട്ടോ. ഇനി പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കള വൃത്തിയാക്കണം, പാത്രം കഴുകണം. എല്ലാം കഴിഞ്ഞിട്ട് കീത്തു വന്നപ്പോൾ എനിക്ക് സലാഡ് കൊണ്ടു തന്നു കേട്ടോ. നിങ്ങൾക്കുണ്ടോ ഏതെങ്കിലും ഒരു ദിശയ്ക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ സ്റ്റെക്കായിട്ട് നിങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും, കണ്ണെടുക്കാൻ പറ്റാത്തൊരവസ്ഥ? ഇത് നിങ്ങൾക്കുണ്ടോ? എനിക്ക് മാത്രമല്ലല്ലോ.